എക്സാം ടൈമിൽ യൂട്യൂബിലെ പ്രഡിക്ഷൻ വീഡിയോസ് കാണാറുള്ളവരാണ് നിങ്ങളെങ്കിൽ കമന്റ് ബോക്സിൽ അതേന്ന് പറയാം. ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ ഈ ഒരു പ്രഡിക്ഷൻ പരിപാടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള കാര്യമാണ് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. സ്വന്തമായിട്ട് വെറുതെ ചെയ്യാന്ന് മാത്രമല്ല, ഇവൻ ഈ ഒരു യൂട്യൂബിൽ ചെയ്യുന്ന ടീച്ചേഴ്സിനെക്കാളും ബെറ്റർ ആയിട്ട് ഈ ഒരു പ്രഡിക്ഷൻ പരിപാടി നിങ്ങൾക്ക് ചെയ്യാനുള്ള ടെക്നിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനുവേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം. ഓൾസോ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ചാടി കയറി എങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്യാന്ന് നോക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ പ്രഡിക്ഷൻ വർക്ക് ചെയ്യുന്നതിന്റെ ലോജിക്ക് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കാം. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് സബ്ജക്റ്റിന്റെ ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും ആ ഒരു ചാപ്റ്ററിൽ ഒരു 3-4 കോർ ടോപ്പിക്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ SSLC ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ചാപ്റ്റർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കോർ കോൺസെപ്റ്റ് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യം ഇല്ലാത്ത ഒരു പേപ്പർ ഉണ്ടാവില്ല. അതുപോലെ ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ കാര്യങ്ങളും. പരീക്ഷാ പേപ്പർ എത്ര പാറ്റേൺ മാറി വന്നാലും, എത്ര ഡിഫറെന്റ് ആയി വന്നാലും, എത്ര ടഫായി വന്നാലും ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒരു ചോദ്യം പേപ്പറിൽ നിർബന്ധം. അപ്പൊ അതുപോലെ ഏത് സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് ചാപ്റ്റർ എടുത്തു നോക്കിയോ അതിലൊക്കെ ഒരു 3 to 4 ഇമ്പോർട്ടന്റ് കോർ ടോപ്പിക്സ് ഉണ്ടാവും. അതില്ലാതെ പരീക്ഷാ പേപ്പർ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഈ പ്രഡിക്ഷൻ ലോജിക്ക് എവിടെ വരുന്നത്? ഈ 3-4 ടോപ്പിക്സ് എല്ലാ വർഷവും ചോദിച്ചുകൊണ്ടിരിക്കണം. ഓൾമോസ്റ്റ് ഒരു സിമിലർ രീതിയിലേക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഡിഫറെന്റ് ആക്കാൻ പറ്റും, പക്ഷെ ആ കോർ ഐഡിയ, ആ കോർ സംഭവം അത് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് വർഷത്തെ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയാലും ഓൾമോസ്റ്റ് ഒരു 70% ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? എല്ലാ പേപ്പറിലും അക്രോസ് ദ പേപ്പേഴ്സ് സിമിലർ ആയിരിക്കും. എക്സാക്ട്ലി സെയിം ആവണമെന്നില്ല, പക്ഷെ ഓൾമോസ്റ്റ് ഒരേപോലെ ആയിരിക്കും. അപ്പൊ നമ്മൾ ആസ് എ സ്മാർട്ട് സ്റ്റുഡന്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ 70% ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോകാനല്ല, പക്ഷെ അത് എന്തായാലും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. നമ്മൾ അത് എന്തായാലും പഠിച്ചിരിക്കണം. കാരണം അത് ഷുവർ മാർക്കാണ്. ഇൻഫാക്ട് അത് ഫ്രീ മാർക്കാണ്. വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ 70% മാർക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പൊ ഈ ഒരു ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഡിക്ഷൻ വർക്ക് ചെയ്യുന്നത്. കാരണം എല്ലാ വർഷത്തെ പേപ്പറിലും ചില ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇനി വരാൻ പോകുന്ന വർഷവും ആ ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. ആ ലോജിക്കിലാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇനി ഈ ഒരു 70% റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അഥവാ പ്രഡിക്ഷൻ ചോദ്യങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് 2 വഴികളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡ് വേ ആണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിലൂടെ നിങ്ങൾ ഇങ്ങനെ 2, 3, 4, 5 വർഷം പേപ്പേഴ്സ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ചോദ്യങ്ങളാണ് ഈ പ്രഡിക്ഷൻ ചോദ്യങ്ങൾ എന്നുള്ളത്. ഇനി അതല്ല, കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ടുള്ള വേ ഉണ്ട്. ഇന്നത്തെ AI യുഗത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മണ്ട വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മണ്ട വർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, AI കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, ChatGPT ജെമിനിയോ എന്തെങ്കിലും കൊണ്ടിടുക. ഇടുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇടണം. examiner.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാ ക്ലാസ്സിന്റെയും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പൊ ഡൗൺലോഡ് ചെയ്യുക, ഒരു 5-6 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മിനിമം ഈ ഒരു സാധനത്തിന്റെ കൂടെ ഇടാം. ഒരൊറ്റ സബ്ജക്ട് ഉണ്ടെന്നേ, ഫിസിക്സ് ആണ് ഫിസിക്സ്, മാത്സ് ആണ് മാത്സ്, അങ്ങനെ സെപ്പറേറ്റ് ഇടണം. ഈ പ്രോംപ്റ്റ് വെച്ച് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഒരു കിടിലൻ ഔട്ട്പുട്ട് കിട്ടും. +1 ഫിസിക്സിന്റെ മോഡൽ എക്സാം പേപ്പറും പബ്ലിക് എക്സാം പേപ്പറും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതാണ് ഈ കിട്ടിയ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണായിരിക്കും. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. +1 സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും അറിയാം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നാണ് ഈ ഒരു അനാലിസിസ് പ്രൂവ് ചെയ്യുന്നത്. കാരണം 9 തവണയാണ് റിപ്പീറ്റഡ് ആയിട്ട് അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ചോദ്യം ചോദിച്ചതെന്ന് വരെ ഈ ടേബിളിൽ നിന്ന് കാണാൻ പറ്റും. അതുപോലെ ഓരോ ചോദ്യങ്ങളും, ഈ ഒരു ചോദ്യം 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു ചോദ്യം 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു ചോദ്യം 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ ചോദ്യങ്ങൾ. ഇനി ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, ഈ ഒരു ചോദ്യം 5 വർഷം ചോദിച്ചില്ല, അങ്ങനെയാണ് എന്തായാലും ഈ വർഷം ചോദിക്കും എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു പോവുക. ആ ഒരു ചോദ്യങ്ങളിൽ നല്ലൊരു ശതമാനം ചോദ്യങ്ങളും നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവും. അല്ലാണ്ട് ഓരോ ചോദ്യം ഉണ്ടാവണം നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ AI പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ടല്ല പരീക്ഷാ പേപ്പർ സെറ്റ് ചെയ്യുന്നതാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് എന്തായാലും പഠിച്ചു പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ചില ക്ലാസ്സുകളിൽ, ഫോർ എക്സാമ്പിൾ SSLCയിലൊക്കെ പുതിയ സിലബസ് ആണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ പേപ്പറിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റിലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്, SSLCക്കൊക്കെ ഓൾറെഡി SCRT ഗവൺമെന്റ് ഒഫീഷ്യലി ഓരോ സബ്ജക്റ്റിനെയും 3 സെറ്റ് വീതം ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് വരെ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അഥവാ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇവിടെ നിങ്ങൾ ഈ പരിപാടി ചെയ്യുമ്പോൾ 2 മിസ്റ്റേക്സ് നിങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒരു കാരണവശാലും നിങ്ങൾ ഉണ്ടാക്കരുത്. ഫസ്റ്റ് കാര്യം എന്താണ്, നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അഥവാ ഈ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോവുക. അത് വളരെ മോശം ഐഡിയ ആണ്. കാരണം ഞാൻ പറഞ്ഞ 70% റിപ്പീറ്റഡ് ആയിട്ടാണ് വരിക. അത് ബെസ്റ്റ് കേസ് സിനാരിയോ ആണ്. ചില സമയത്ത് ഈ പരീക്ഷ പേപ്പർ വളരെ ഡിഫറെന്റ് ആക്കിയിട്ട് വല്ല സെറ്റ് ചെയ്യാൻ അവരുടെ പ്ലാൻ എങ്കിൽ മേ ബി ആ 70% വർക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമ്മൾ എപ്പോഴും അതിന് പ്രിപ്പയർഡ് ആയിരിക്കാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണ്, ഈ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചു പോവുക. അതുകൂടാതെ റെഗുലർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാണ്ട് വാശി പിടിക്കരുത്, ഇതുപോലെ തന്നെ വരും, അതങ്ങനെ ഉള്ളൂ. അതൊരു ഫിസിക്സിന്റെ ലോ പോലത്തെ ലോ ഒന്നല്ല.
അപ്പം ബുദ്ധിപരമായിട്ട് ഹാൻഡിൽ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഈ പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അത് ജസ്റ്റ് അതേപോലെ അങ്ങോട്ട് മഗപ്പ് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്യുക. അതൊരിക്കലും ചെയ്യാൻ നിൽക്കരുത്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളതിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക കൂടെ നിങ്ങൾ വേണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാണുന്ന പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻ ആയിരിക്കും വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. നിങ്ങൾ ആൻസർ ബൈ ഹാർട്ട് പഠിച്ചു നോക്കും. വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ 100 ഡിഗ്രി സെൽഷ്യസ് എഴുതാം. പക്ഷെ പരീക്ഷയിൽ എക്സാക്ട്ലി ഇതേ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പരീക്ഷയിൽ ചിലപ്പോൾ ചോദിക്കുക at which temperature does water boil എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ ഇത് ഞാൻ പഠിച്ചില്ലല്ലോ, ഇത് ഞാൻ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയരുത്. അതിന്റെ ഉത്തരവും 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് മനസ്സിലാക്കാനുള്ള വിവരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ചോദ്യം ബൈഹാർഡ് പഠിക്കുന്ന പകരം എന്താണ് ഈ സാധനം മനസ്സിലാക്കിയും കൂടെ പഠിക്കാൻ ഒരു എഫേർട്ട് എടുക്കുക. അത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ച് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഈ ഒരു പ്രോംപ്റ്റ് ഉപയോഗിച്ച് നോക്കുകയും മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനും കൂടെ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആക്ച്വലി എക്സാമിൽ സക്സസ് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. പ്രോംപ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ജെമിനിയോ ചാറ്റ് ജിപിടി എവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, വേഗം തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ തുടങ്ങിക്കോളും. എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഓൾ ദി ബെസ്റ്റ്.